ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിയുടെ റൂമിൽ നിന്ന് ഭാമയെ ചന്ദ്രൻ നേരെ കൂട്ടിക്കൊണ്ടു പോകുന്ന ടെറസിലേക്കാണ്. ഈ ഒരു സമയത്ത് ഭാമ പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രയെ നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാൽ മതി, ഈ കേട്ടമൊന്നും കയറി വരാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ വിധി, അല്ലാതെ ഞാൻ എന്ത് പറയാനാ ഭാമേ, രവിയേട്ടൻ പറഞ്ഞിരുന്നു ഒരു റൂമും കൂടെ കൂട്ടിയെടുക്കാമെന്ന്, പക്ഷെ ഞാനത് സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ രേവതി സച്ചിയും ഹാളിൽ കിടക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, എനിക്കെന്തായാലും ഇപ്പം നല്ല കാലമാണ്, അതുകൊണ്ടാണല്ലോ ശ്രുതിയുടെ ഇളയച്ചൻ വന്നത്, നീ ഇനി കണ്ടോ ശ്രുതിയുടെ അച്ഛനും വരും, അതിനുശേഷം എൻ്റെ ശ്രുതിക്ക് നല്ലൊരു ജോലിയും കിട്ടും, പിന്നെ ഈ മുകളിലൊക്കെ റൂം കൂട്ടിയെടുക്കുന്നത് അവിടെ എൻ്റെ റൂം വലിയ റൂമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ മുകളിൽ സ്റ്റെപ്പ് കയറുന്ന എന്നും വരുമോ എന്ന് മാമ ചോദിക്കാം കേട്ടോ. അന്നേരം ഇല്ല ഞാൻ ലിഫ്റ്റ് വെക്കും എന്നൊക്കെ ചന്ദ്ര പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് മലർക്കൊടിക്കാരൻ്റെ ദിവാസ്വപ്നം എന്ന് പറയുന്നതിന് ഭാമ മറുപടി പറയുകയാണ്. അപ്പോൾ ഇവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരത്തിനിടയിൽ നമ്മുടെ രേവതിയുടെ പൂക്കട ഒരു ശകനമാണെന്നും അതെങ്ങനെയാണ് പൊളിച്ചു മാറ്റിയേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാമയ്ക്കുള്ള ചായയും മാറ്റി രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. വേഗം തന്നെ ചന്ദ്ര പറയാമെന്ന കാര്യം അവിടെ നിർത്താൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഒളിഞ്ഞു നോക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒളിഞ്ഞു നോട്ടം എൻ്റെ ശീലമല്ല, ചിലപ്പോൾ അമ്മയുടെ ശീലമായിരിക്കും, അമ്മ പറഞ്ഞിട്ട് ഞാൻ ഭാമാനിക്ക് ചായയുമായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകാതിരുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ഭാമാൻറ്റി ഞാൻ പൂവോടെ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് കട തുറക്കാൻ നേരമായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ വലിയ പൂക്കടയല്ലേ അതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് രേവതി പറയും, എന്താണെങ്കിലും അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ വളരെയധികം സന്തോഷവതിയാണ്, അധ്വാനിക്കാതെ വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രേവതി അവിടെ നിന്ന് പോകുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേ ഭാമ പറയുന്നുണ്ട്, എന്തായാലും നീ ഇറന്ന് മേടിച്ചില്ല, നിനക്ക് സമാധാനമായില്ലേ എന്ന് വെച്ച് കളിയാക്കുകയാണ്. അവരുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, ഇതിനെല്ലാം ഞാൻ പരിഹാരം കണ്ടെത്തും എന്നൊക്കെ നമ്മുടെ ഭാമയുടെ ചന്ദ്ര പറയാണ്. പിന്നീട് കാണിച്ചിരിക്കുന്ന ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ മേടിച്ചിരിക്കുന്ന ആ ഒരു മേഡം ഉണ്ടല്ലോ, അവരുടെ വണ്ടി കേടായിരിക്കുകയാണ്. ആ ഒരു സമയത്തിന് ഓട്ടത്തിന് വിളിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ. സച്ചി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഓട്ടം വിളിച്ച വ്യക്തി ആരാണെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ഫോണിലേക്ക് വിളിച്ച് കൺഫേം ചെയ്യുകയാണ്. അതിനുശേഷം ആ മേഡത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് നോക്കാൻ അറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ വണ്ടിയിൽ ഞാൻ കൈവയ്ക്കാറില്ല എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു മേഡത്തിനെ കൂട്ടിക്കൊണ്ട് സച്ചി ഓട്ടത്തിന് പോവുകയാണ്. സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മേഡം. ഇതിനിടയിൽ എന്തൊക്കെയോ കോളുകളും ചെയ്യുന്നുണ്ട്. പിന്നീട് വണ്ടി നിർത്തുന്നത് നമ്മുടെ ശ്രുതിയുടെ ഷോപ്പിൻ്റെ മുന്നിലാണ്. ഇത് കാണുമ്പോൾ തന്നെ സച്ചി ഇത് നമ്മുടെ പൗഡർ എടുത്തിൻ്റെ ഷോപ്പാണല്ലോ, ഇവിടെ എന്തായിരിക്കും ഇവർ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പുറകേട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് കസ്റ്റമർ പൈസ കൊടുക്കാതെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇവർ വലിയ ബിസിനസ് വുമണൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് അറിയാതെ തന്നെ സച്ചിക്ക് പൈസ കൊടുക്കാൻ ഇവർ ശരിക്കും മറന്നു പോകുന്നതാണ് കേട്ടോ. അങ്ങനെ കോൾ വിളിച്ചിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ശ്രുതി അവിടെ ഉണ്ടാവും. ശ്രുതിനെ കണ്ടിട്ട് തനിക്കൊന്ന് ത്രെഡ് ചെയ്യണം, ശ്രുതി തന്നെ ത്രെഡ് ചെയ്ത് തരണമെന്ന് പറയുന്ന സമയത്ത് ഓക്കെ മേഡം ഞാൻ ത്രെഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി റൂമിലേക്ക് കയറി പോവാണ്. ഈ ഒരു സമയം തന്നെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ക്യാഷ് മേഡം തരാൻ മറന്നുപോയി എന്നൊക്കെ പറയുന്ന സമയത്ത് സോറി, ഞാൻ എന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ അങ്ങ് ഇറങ്ങി വന്നു പോയതാണ്, താങ്കൾക്ക് പൈസ തരാൻ മറന്നുപോയി എന്നൊക്കെ ആ മേഡം പറയാണ്ട്. അതിനുശേഷം അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോടായിട്ട് പൈസ എടുത്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചിൻ ഞെട്ടാണ്. അതിനുശേഷം ഈ പൈസ കൊടുക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അവരുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ വന്ന കസ്റ്റമേഴ്സിൻ്റെയൊക്കെ പൈസ കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ആ മേഡം കസ്റ്റമർ അല്ല, ഈ ഷോപ്പിൻ്റെ ഓണറാണെന്ന് പറയുമ്പോഴത്തേക്കും സച്ചിൻ ഞെട്ടാണ്. എന്നിട്ട് ചോദിക്കുന്നത് ഇവരാണ് ഓണർ, അപ്പോൾ ശ്രുതി എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി മേഡം നേരത്തെ ഇവിടുത്തെ ഓണറായിരുന്നു, പക്ഷേ ഈ ഒരു മേഡത്തിന് ഷോപ്പ് കൊടുത്തേ പിന്നെ അവർ ഞങ്ങളെപ്പോലെ തന്നെ സ്റ്റാഫാണെന്ന് ഈ പെൺകുട്ടി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി ഒന്നുകൂടി ഞെട്ടാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൾ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്, അപ്പോൾ നമ്മൾ ചന്ദ്ര ബ്യൂട്ടി പാർലർ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നേരത്തെ പേര് അതായിരുന്നു, ഇപ്പോഴത്തെ പേര് ഇത് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ബോർഡ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് സച്ചി വേഗം ബോർഡിൻ്റെ ഫോട്ടോ എടുക്കുകയും ബോർഡിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പം തന്നെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വേണ്ട, കാര്യങ്ങളെല്ലാം അച്ഛനോട് നേരിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് സച്ചി കയറി വരുന്ന കാണുമ്പോഴത്തേക്കും നിനക്ക് എന്താ നീ എന്തെങ്കിലും വിളിച്ചു പോകുന്നതെന്ന് നമ്മുടെ രവി ചോദിക്കുമ്പോഴത്തേക്കും അച്ഛനോട് മാത്രമായിട്ട് എനിക്ക് സ്വകാര്യം പറയാമെന്ന് സച്ചി പറയാം കേട്ടോ. എന്നോട് സ്വകാര്യം പറയണമെന്ന് നീ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി അടുക്കളയുടെ ഭാഗത്തേക്കൊക്കെ റൂമിലേക്കായിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താ എന്ത് പറ്റി, നിന്റെ പെടലേക്ക് വല്ലതും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോ അച്ഛൻ, ഞാൻ പറയട്ടെ, അച്ഛൻ്റെ ചെവി ഇങ്ങോട്ട് താട്ടെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ചെവി നിനക്ക് തന്നാൽ ഞാൻ പിന്നെ എങ്ങനെ കേൾക്കാനാണ് രവി ചുമ്മാ തമാശക്ക് ചോദിക്കട്ടോ. ഓ അച്ഛൻ്റെ ഒരു തമാശ ഇങ്ങനെ വാ അച്ഛനും പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ പോയതും അങ്ങനെ ശ്രുതിയുടെ എല്ലാ ഷോപ്പിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പതിയെ സ്വകാര്യത്തിൽ തന്നെ രവിയോടായിട്ട് പറയുകയാണ്. ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുന്ന രവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.